പല ആളുകളും കഴിഞ്ഞ ഒരാഴ്ച 8-10 ദിവസമായി എന്നെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ തിരിച്ച് കളിയാക്കുകയേയില്ല എന്നും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. കളിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഭാഷയിൽ കളിയാക്കുക. മണ്ടൻ കാസിമിയുടെ മരമണ്ടൻ മണ്ടത്തരങ്ങൾ ഒരു ഹെഡിങ്. ഇതിനൊന്നും മറുപടി പറയാൻ നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ പറയൂല. എന്തുകൊണ്ട്? നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾക്ക് അറിവില്ല. നിങ്ങൾക്ക് എന്താണ് വഹാബിയത്ത് എന്ന് അറിവില്ല. ഈ വിഷയത്തിൽ ഞാൻ പഠിച്ചതുപോലെ നിങ്ങൾ പഠിച്ചില്ല. ഇത് അള്ളാഹു നൽകിയ ഒരു അവസരമാണ്. നിങ്ങൾ ദയവായി വഹാബിയത്തിനെ വിട്ടുവരണം. വഹാബിയത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല, ഒരിക്കലും കഴിയൂല, ഇമ്പോസിബിൾ. വഹാബിസത്തെക്കാൾ അപകടകരമായ ഒരു കാര്യം മുസ്ലിം സമുദായത്തിന് മുന്നിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല. അതിന്റെ അർത്ഥം ചിന്തിക്കണം, കമ്മ്യൂണിസം പ്രശ്നമല്ല എന്നല്ല. കമ്മ്യൂണിസം നാം മനസ്സിലാക്കിയ പ്രശ്നം, എന്നാൽ വഹാബിസം നാം മനസ്സിലാക്കാത്ത പ്രശ്നമാണ്. നിങ്ങൾക്കൊരു അത്ഭുതകരമായ രഹസ്യവും ഒരു രസം പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ 100 കണക്കിന് പണ്ഡിതന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട്. 100 കണക്കിന്. ഈ കഴിഞ്ഞ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ 100 കണക്കിന് മലബാറിലെ പണ്ഡിതന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട്. പല സദസ്സുകളിലും കാണുകയും വിളിക്കുകയും മറ്റ് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രത്തോളം ഗൗരവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. അതായത് നമ്മളെ കൂട്ടത്തിൽ പഠിച്ചവർ പോലും ഈ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസത്തിന്റെ ഗൗരവം ആരാണ് മനസ്സിലാക്കാത്തത്? കമ്മ്യൂണിസം നിരീശ്വരവാദാണല്ലോ, അത് ആരും മനസ്സിലാക്കാത്തത്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് അവിടുത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ വായിച്ചിരുന്നു. ഒരു ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സക്ക് വന്നപ്പോൾ മുസ്ലിം നാമധാരികളായ ഒരു സംഘം മോഡേണിസ്റ്റുകൾ ചെന്നിട്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ടു പറഞ്ഞു, ശരിയാത്ത് മാറ്റി തിരുത്താൻ, ഇസ്ലാമിക ശരിയാത്ത് മാറ്റി തിരുത്താൻ നിങ്ങൾ മുന്നിൽ നിൽക്കണം. അദ്ദേഹം അമുസ്ലിം ആണെങ്കിലും ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പ്രസിഡന്റ്. അതുകൊണ്ട് പണ്ഡിതന്മാരോട് ഈ വിഷയം സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായി. ഇവിടെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സത്യത്തിൽ നമ്മുടെ മതത്തിനെതിരായത് ഇവിടെ ആരാണ്? നമ്മുടെ മതത്തിൽപ്പെട്ട മോഡേണിസ്റ്റുകൾ. ശരിയാത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ കുഫ്റാൻ, ശരിയാത്ത് തിരുത്തുക എന്ന് പറഞ്ഞാൽ കുഫ്റാൻ. എന്തുകൊണ്ട്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മുസ്ലിം നാമധാരി ഈ സംഘടന ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മോഡേണിസ്റ്റുകൾ ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെറുതെ കമ്മ്യൂണിസം മാത്രമാണ് പ്രശ്നം. കമ്മ്യൂണിസം വലിയ പ്രശ്നമാണ്, എന്നാൽ മോഡേണിസം അതുപോലത്തെ പ്രശ്നമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. എന്നാലോ വഹാബിസം അങ്ങനെയല്ല. വഹാബിസം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞാണ് ജനങ്ങൾ വഴിതെറ്റിക്കുന്നത്. എങ്ങനെ നിങ്ങൾ ഇതിനെ അംഗീകരിക്കും? ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ടെററിസ്റ്റ്, ഏറ്റവും ആദ്യത്തെ ഭീകരവാദി സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇതെങ്ങനെ അംഗീകരിക്കും? ഇനി പറയുക മാത്രമാണോ ചെയ്തത്? പ്രവർത്തിച്ചില്ല. എന്തൊക്കെ പ്രവർത്തിച്ചത് നിങ്ങൾ കേട്ടോളൂ. ഞാൻ 1-2 സാമ്പിൾ കൂടി കാണിക്കാം. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്ന ചരിത്രങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ലോക ചരിത്രത്തിൽ ഒരു സന്യാസി ഒരു രാജാവിനോട് പോയിട്ട്, എന്റെ അടുത്ത് ഒരു മതമുണ്ട്, ഒരാശയുണ്ട്, അത് സ്വീകരിക്കുന്നവരെ നമുക്ക് വെറുതെ വിടാം, സ്വീകരിക്കാത്തവരെ കൊന്നിട്ട് സ്വത്ത് പിടിച്ചടക്കാം എന്നൊരു സന്യാസി ഒരു രാജാവിനോട് പറഞ്ഞൊരു ചരിത്രമുണ്ടോ? ലോകത്തെവിടെയുണ്ട്? ലോകത്തൊരു സന്യാസി പറഞ്ഞു. എന്താ ഈ പറയുന്നത്? ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇത് മനസ്സിലാക്കാൻ എങ്ങനെയാണ് എന്തൊക്കെ ഇവർ ചെയ്തു കൂട്ടിയത്? ഇത്ര ക്രൂരത ചെയ്ത ഒരു വിഭാഗം ലോക ചരിത്രത്തിലില്ല. മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നോമന പുത്രനായ മുസ്ലിം ലോകത്തിന്റെ ഇമാമായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഇഷ്ടപ്പെട്ട പേരമകനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ ഇവർ ഒരു രാത്രി ചെയ്തതെന്താണ് ഇവർ പറയുന്നു. ഇതിന്റെ ഫത്വ എന്താണെന്ന് വഹാബികൾ പറഞ്ഞാൽ നിങ്ങളെ നേതാക്കൾ, നിങ്ങളെ രാജാവ് മലിക് സഊദും വഹാബികളും ചെയ്തിട്ടുള്ള തോന്യാസത്തിന് നിങ്ങളൊരു ഫത്വ പറയണം. എന്താണ് ഇതിന്റെ ഇസ്ലാമിക വീക്ഷണം? ഇത് ആരോ ചെയ്തതല്ല, നിങ്ങളുടെ ഏറ്റവും കടുപ്പപ്പെട്ട നേതാക്കൾ. അഭിമാനപൂർവമാണ് നിങ്ങൾ ഈ വഹാബിയ ചരിത്രം പറയുന്നത്. ചിന്തിക്കാം. ഈ ഗ്രന്ഥത്തിന്റെ 257 പേജിൽ കർബലയിൽ ഇവർ കാട്ടിക്കൂട്ടിയത് പറയുന്നു. ഈ ഗ്രന്ഥത്തിന്റെ 257 പേജ് ശ്രദ്ധിക്കും. ثم دخلت السنة 16 بعد 200 ഹിജ്റ 1216 വർഷം ഹിജ്റ. وفيها سار سعود രാജാവ് بالجيوش المنصورة والخيل العتاق المشهورة من جميع حاضر نجد وباديها والجنوب والحجاز وتهامة وغير ذلك وقصدوا أرض كربلاء. ഹിജ്റ 1216 സഊദ് രാജാവ് എല്ലാ കുതിരക്കൂട്ടങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും പടക്കോപ്പുകളും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഇറാഖിലെ കർബലയിലേക്ക് മാർച്ച് ചെയ്തു. ദുൽഖഅദ മാസത്തിലാണ് 1216. ശ്രദ്ധിക്കുന്നില്ലേ? വളരെ ചിന്തിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇത് ബഹുമാനപ്പെട്ട വഹാബി ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തി ആ തിന്മയുടെ പ്രസ്ഥാനത്തോട് രാജിയായി പോരി. ബഹുമാനപ്പെട്ട ഒരു മുസ്ലിമിനെ ഇത് ചിന്തിക്കാൻ കഴിയില്ല.